നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിനു പിന്നാലെ അറബന്മാരെല്ലാം ജൂതരാഷ്ട്രത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് നേരെ വലിയ സമ്മർദ്ദമാണ് അറബ് രാജ്യങ്ങൾ ഉയർത്തുന്നത്. സൗദി ഉൾപ്പെടെ ഇസ്രയേലിന്റെ ഈ നീക്കത്തെ വിമർശിച്ചുകൊണ്ട് ട്രംപ് നെതന്യാഹുവിനെ നിലയ്ക്ക് നിർത്തണം എന്നാവശ്യപ്പെട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കയല്ല ആര് പറഞ്ഞാലും തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്നും ഹമാസിന്റെ നേതാക്കൾ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെങ്കിലും അവിടം എല്ലാം ആക്രമിക്കുമെന്നും എവിടെയൊക്കെ കൊണ്ട് ഒളിപ്പിച്ചാലും ആരൊക്കെ അവരെ സഹായിച്ചാലും അവർക്കെല്ലാം മറുപടി കൊടുക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രയേൽ പറയുന്നു, ഞങ്ങൾ ഖത്തറിന് നേർക്കല്ല ആക്രമണം നടത്തിയത്. ഖത്തറിലെ ദോഹയിൽ ഒളിച്ചിരുന്ന ഹമാസിനെ മാത്രം ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്ന് ആവർത്തിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഹമാസ് നേതാക്കൾ പതിവായി കൂടിക്കാഴ്ച നടത്തുന്ന സ്ഥലം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് 15ഓളം ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഇവിടെ ആക്രമണം നടത്തിയത്. സമ്മിറ്റ് ഓഫ് ഫയർ എന്ന രഹസ്യ പേരാണ് ഇസ്രയേൽ ഈ ആക്രമണത്തിനായി നൽകിയിരുന്നത്. ഷിൻബെറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു. ഒരു പ്രത്യേക മുറി അവിടെ ഇരുന്നായിരുന്നു ഹമാസിന്റെ നേതാക്കൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ മുറിയിലേക്ക് മാത്രമാണ്, അതായത് വലിയൊരു കെട്ടിടത്തിന്റെ ഈ ഒരു മുറി മാത്രം ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രത്യേക ആയുധങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ മുറി തകർത്ത് ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഷിൻബെറ്റ് പ്രയോഗിച്ചത്. ആക്രമണത്തെ പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നടത്തിയത് എന്ന് നെതന്യാഹു പറയുന്നു. ഒക്ടോബർ 7 ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചതായി ഇസ്രയേൽ ആവർത്തിച്ചു പറയുന്നു. ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ ഇസ്രയേൽ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിലാണ് ഇക്കാര്യം കൂടുതൽ സജീവമാക്കിയത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇസ്രയേലിന്റെ വിമാനങ്ങളെ ഖത്തറിലെ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് വിവരങ്ങൾ. ഖത്തർ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാതെ തന്നെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്ക് സ്റ്റാൻഡ് ഓഫ് മിസൈലുകൾ ദൂരെ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് വിവരങ്ങൾ. ഇസ്രയേൽ ഖത്താറിൽ ആക്രമണം നടത്തി എന്ന വലിയ വിമർശനം ഉന്നയിച്ച് രംഗത്തേക്ക് വന്ന ഖത്തർ ഭരണകൂടത്തിന് ഇസ്രയേൽ മറുപടിയും കൊടുത്തു. സ്ഫോടനത്തിന് ശേഷം ഹമാസ് നേതൃത്വം താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഈ കെട്ടിടം ഇപ്പോഴും കാണപ്പെടുന്നത്. അതായത് ആ ഒരു റൂം മാത്രമാണ് ലക്ഷ്യം വെച്ചത് എന്ന് ഇസ്രയേൽ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഈ തെളിവുകൾ പുറത്തുവിട്ടത്. ഈ ഒരു മുറി മാത്രം ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നതിന് പിന്നിലും ഇസ്രയേലിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രയേലിൽ കടന്നുകയറി ആക്രമണം നടത്തിയപ്പോൾ അതിന്റെ വിവരങ്ങൾ ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതൃത്വത്തിന് എത്തിയിരുന്നു. അന്ന് ഈ ഹമാസ് നേതൃത്വത്തിന്റെ ഉന്നത തലവന്മാരെല്ലാവരും ഈ മുറിയിലിരുന്നായിരുന്നു ആഘോഷം പങ്കുവച്ചത്. ജൂതരാഷ്ട്രം ഹമാസ് കീറി മുറിച്ചതിന്റെ ആഘോഷം ഖത്തറിലെ ഈ ഒരു മുറിയിലാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ മുറി ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുവരുകൾ തകർന്നു. ഉള്ളിൽ ചാര നിറത്തിലുള്ള അവശിഷ്ടങ്ങൾ കാണപ്പെട്ടു. കെട്ടിടത്തിന്റെ വശത്തുള്ള ഒരു പെട്രോൾ പമ്പിന് തീപിടുത്തത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി കാണപ്പെട്ടിട്ടില്ല. ലക്ഷ്യമിട്ട മുറിയുടെ അടുത്തുള്ള കെട്ടിടത്തിന്റെ ജനാലകൾ കേടുകൂടാതെ ഇരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ച യുദ്ധോപകരണങ്ങൾ ഹമാസ് നേതാക്കൾ ഒത്തുകൂടുന്നുണ്ടെന്ന് അവർ സംശയിക്കുന്ന കെട്ടിടത്തിൽ ഇടിക്കാൻ മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു ലോ എയ്ഡ് ആയുധമായിരുന്നു എന്നാണ്. ആക്രമണത്തിന് മുന്നോടിയായി ഷിൻബെറ്റ് സുരക്ഷാ സേവനം, സൈനിക ഇന്റലിജൻസ് ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റ് എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒരിക്കൽ യോഗം ചേർന്നിരുന്നു. തിങ്കളാഴ്ച രാത്രി ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിന്റെ തലവനായ ജനറൽ ഇഡ്സിക് കോഹൻ ആക്രമണത്തിന് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു. ഇസ്രയേലിലെ ഷിൻബെറ്റിന്റെ പ്രത്യേക കമാൻഡ് സെന്ററിൽ നിന്നാണ് IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീറും വ്യോമസേന കമാൻഡർ ടോമർ ബാറും നേരിട്ട് ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയത്. നെതന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് M എന്ന് മാത്രം അറിയപ്പെടുന്ന ഷിൻബെറ്റ് ആക്ടിംഗ് മേധാവി, അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി സൈനിക ഇന്റലിജൻസ് മേധാവി എന്നിവരെല്ലാം യുദ്ധമുറിയിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണങ്ങളെല്ലാം തന്നെ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. പല രീതിയിലാണ് ഇവരുടെ ആക്രമണ രീതികൾ. ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നതിൽ കേമന്മാരാണ് ഇസ്രയേൽ. ഷിൻബെറ്റ്
ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എന്നിങ്ങനെ നിരവധി സീക്രട്ട് ഏജൻസികൾ ഉള്ള രാജ്യമാണ് ഇസ്രയേൽ. കമ്പ്യൂട്ടറുകളിൽ നിന്നും മൊബൈൽ അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്താൻ കഴിവുള്ള നിരവധി ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലെ ഇന്റലിജൻസ് വിഭാഗങ്ങളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് മൊസാദ് നടത്തുന്നത്. സ്ഥിരമായുള്ള ചുരുക്കം ചില രഹസ്യാന്വേഷകർക്കൊപ്പം സയാനീം എന്ന പേരിൽ ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും പ്രാദേശികരായ ജൂതന്മാരുടെ റിക്രൂട്ടഡ് ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിനോ സമുദായ വിഭാഗത്തിനോ എതിരായി എന്തെങ്കിലും ഉണ്ടായാൽ അത് സംബന്ധിച്ച വിവരങ്ങൾ എത്രയും വേഗം കൈമാറുകയും ഇസ്രയേൽ നേരിട്ടിടപെട്ട് ആക്രമണം നടത്തുകയുമാണ് അവരുടെ രീതി. ഹമാസിനെതിരായ നീക്കവും അത്തരത്തിലുള്ളതായിരുന്നു. ലബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ആക്രമണവും ഇതേ ശൈലിയിൽ തന്നെയായിരുന്നു ഇസ്രയേൽ നടപ്പാക്കിയത്. ഹിസ്ബുള്ളക്കെതിരെ വ്യാപകമായ രീതിയിൽ പേജറുകളിലും വാക്കി ടോക്കികളിലുമൊക്കെ സീരീസായി സ്ഫോടനം നടത്തിയ സംഭവം ലോകത്തെ തന്നെ ഞെട്ടിച്ചതായിരുന്നു. അതിന് മൊസാദിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടതുമാണ്. 1972 ഡിസംബർ 8 പാരീസിലെ ആക്രമണത്തിൽ അന്നത്തെ ലാൻഡ് ലൈൻ ടെലിഫോണിൽ സ്ഫോടന സാമഗ്രികൾ ഉൾപ്പെടുത്തിയാണ് PLOയുടെ പ്രതിനിധിയായ മഹമ്മൂദ് ഹംഷാരിക്കെതിരെ ആക്രമണം നടത്തിയത്. മൊസാദായിരുന്നു ഇതിനു പിന്നിലും പ്രവർത്തിച്ചത്. 1996 പുതുതായി ഇറങ്ങിയ മോട്ടറോള ആൽഫ സെൽഫോണിൽ 5 ഗ്രാം വരുന്ന സ്ഫോടക വസ്തു കയറ്റിയാണ് ഹമാസിന്റെ ചെറിയ ബോംബുകൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനായ യാഹിയ അയ്യാഷിനെ വകവരുത്തിയത്. ആഭ്യന്തര ഇന്റലിജൻസ് വിഭാഗമായ ഷിൻബെറ്റായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിലൂടെയെല്ലാം ആധുനിക സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് സീക്രട്ട് ഏജന്റുകളുടെ സഹായത്തോടെ ഹൈടെക് ആക്രമണം നടത്താൻ കഴിയുമെന്നാണ് ഇസ്രയേൽ തെളിയിച്ചത്. വൈറസും ഇന്റർനെറ്റ് മാൽവെയറുകളും ഉപയോഗിച്ച് സൈബർ ആക്രമണങ്ങൾ നടത്താമെങ്കിലും അതിലുപരി പേജറുകളിലും വാക്കി ടോക്കികളിലും വരെ സ്ഫോടന സാമഗ്രികൾ ഉൾപ്പെടുത്തി ഹിസ്ബുള്ളയെ ആക്രമിച്ചതിനു പിന്നിലും ഇസ്രയേൽ ടെക്നീഷ്യന്മാരുടെ വൈദഗ്ധ്യമാണ് വെളിപ്പെട്ടത്. GPS സംവിധാനങ്ങളിലൂടെ പിടിക്കപ്പെടാതിരിക്കാൻ പേജറും വാക്കി ടോക്കികളും ഉപയോഗിച്ച ഹിസ്ബുള്ളയുടെ സീക്രട്ട് ഓപ്പറേഷനുകൾ തകർക്കുകയായിരുന്നു ഇസ്രയേൽ അതിലൂടെ ലക്ഷ്യം വെച്ചത്. ഇതുമാത്രമല്ല, ഹിസ്ബുള്ളയെ ഭീതിയിലാക്കാനും ലോകത്തെ ഞെട്ടിക്കാനും ഈ ഒരു ആക്രമണം കൊണ്ട് ഇസ്രയേലിന് കഴിഞ്ഞു. രാജ്യങ്ങളുടെ സൈബർ രഹസ്യങ്ങളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇതേ രീതിയിൽ ആക്രമിക്കുന്നതിനും തകർക്കുന്നതിനും ഭീകരവാദികൾ ഉപയോഗിച്ചേക്കാം എന്നുള്ള ഒരു ഭീതിയും ലോകരാഷ്ട്രങ്ങൾ അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും പല രീതിയിലാണ് ഇസ്രയേൽ അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നത്. ഹമാസിനെ തീർക്കാൻ ഒരു വഴിയെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു രീതിയിലൂടെയാണ് പണി കൊടുത്തത്. ഇപ്പോൾ ഖത്തറിൽ ആക്രമണം നടത്തിയതും ആ ഒരു മുറി ലക്ഷ്യം വെച്ച് മാത്രമാണ്. അതിലൂടെ വലിയ ഒരു മുന്നറിയിപ്പ് ഖത്തറിന് കൊടുക്കാനും ഇസ്രയേലിന് കഴിഞ്ഞു. രാജ്യത്തുള്ള ഹമാസുകളോടെല്ലാം പുറത്തു പോകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഖത്തർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.